ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു MJ ടേസ്റ്റി വേൾഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ഓട്സ് കൊണ്ട് ഒരു അടിപൊളി ഉത്തപ്പാണ്. അപ്പോൾ എങ്ങനെയാണ് ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഓട്സ് ഉത്തപ്പം തയ്യാറാക്കണേന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ക്യാപ്റ്റൻ ഓട്സ് ആണ് എടുത്തേക്കണത്. ഇതേപോലത്തെ ഒരു കപ്പ് ഓട്സും ഇത് കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ ഓട്സ് കൂടിയാണ് ഞാൻ ഇതിലേക്ക് എടുക്കണേ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കപ്പ് ഓട്സ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ ഒരു 3 ടേബിൾ സ്പൂൺ കൂടി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നുണ്ട്. എന്നാലാണ് നമ്മളിത് വറുത്തതിന് ശേഷം പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ കറക്റ്റ് അളവിന് കിട്ടുള്ളൂ. അപ്പോൾ ഒരു കപ്പും 3 ടേബിൾ സ്പൂൺ ഓട്സാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണേ. നമുക്ക് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി ഒരു വറവിൻ്റെ മണമൊക്കെ വരും. അതുപോലെ തന്നെ കളറും ചെറുതായിട്ടൊന്ന് ചേഞ്ച് ആയി തുടങ്ങും. അപ്പോൾ നമുക്കിത് ഓഫാക്കാം. അപ്പോൾ നമുക്കിത് നല്ലോണം വറുത്തെടുക്കാം. ഇനി ഞാൻ ഇതിലോട്ട് ഒരു നുള്ളു ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവയുടെ പൊടി ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതി, അതായിരിക്കും കൂടുതൽ നല്ലത്. പൊടി ഉണ്ടെങ്കിൽ ഇതിൽ പൊടി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ചേർത്തത്. അപ്പോൾ നമുക്ക് ഉലുവയും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കും. ഇപ്പോൾ തന്നെ ഇത് ഒരുവിധം വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി, ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഇത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. കണ്ട, അപ്പോൾ ഇത് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഇത്രയും മതി. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നമുക്ക് നല്ലോണം ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നമുക്ക് ആദ്യം പൊടിച്ച് വെച്ചേക്കണ ഓട്സ് ഇട്ട് കൊടുക്കാം. എനിക്കിവിടെ ഒരു കപ്പ് ഓട്സിൻ്റെ പൊടിയാണ് കിട്ടിയേക്കണേ. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 3/4 കപ്പ് തൈരാണ് എടുത്തേക്കണേ. നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കണം. തൈരിന് അധികം പുളി വേണ്ട, നേരിയതായിട്ടൊരു പുളി മതി. ഭയങ്കര പുളിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ മാവ് ഭയങ്കരമായിട്ട് പുളിക്കും. അതുകൊണ്ട് നേരിയ പുളിയുള്ള തൈരെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചേക്കണം നമ്മുടെ പൊടിയിലോട്ട് നമുക്കിത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ തൈര് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ ആദ്യം തന്നെ ഇതിലേക്ക് പകുതി കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കണേ. ഇത്തിരീശ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് ഇതിൻ്റെ കട്ടകളൊക്കെ നല്ലോണം നമുക്ക് ഉടച്ചെടുക്കാം. ഇങ്ങനെ സ്പൂൺ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കട്ടകൾ നല്ലോണം ഉടഞ്ഞ് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ മിക്സിയിൽ ഇട്ടിട്ട് നമുക്കൊരു അടി അടിച്ചാൽ മതി. അപ്പോൾ നല്ലോണം നമുക്ക് മിക്സായി കിട്ടിക്കോളും. നല്ലോണം കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഞാനൊരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം അത് കുറച്ചുകൂടി കട്ടിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിത് ഇപ്പോൾ തന്നെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ തലേദിവസം രാത്രി ഇത് റെഡിയാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ചിട്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാവ് ഇതേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കണ ബാറ്റർ പോലെ ആയിട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. അധികം കട്ടിയും വേണ്ട, എന്നാൽ അധികം ലൂസായിട്ടിരിക്കേണ്ട. അപ്പോൾ ഞാനിനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികൾ എന്തെടുത്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബോള, തക്കാളി, പച്ചമുളക്, ക്യാരറ്റൊക്കെയാണ് ഞാൻ എടുത്തേക്കണത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറി ഇതിൽ യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇത്രയും യൂസ് ചെയ്തേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായി കഴിയുമ്പോൾ നമുക്ക് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചേക്കണം നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. പാൻ നല്ല ചൂടായിരിക്കുമ്പോൾ തന്നെ അത് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അത് നല്ലോണം പരത്തേണ്ട, ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പരത്തിയാൽ മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞ് വെച്ചേക്കണം നമ്മുടെ പച്ചക്കറികൾ ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാവിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൽ ഒഴിക്കുന്നേക്കാളും മുമ്പ് ഉപ്പൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. പിന്നെ ഇത് പാൻ നല്ല ചൂടായിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മാവ് ഒഴിച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതിന് ശേഷം പച്ചക്കറികളെല്ലാം ഇട്ടതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ച് വേവിക്കണം. ആ സമയത്ത് മീഡിയം ഫ്ലെയിമിലാക്കിയിടാൻ ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിത് ഇനി മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഊത്തപ്പത്തിൻ്റെ അടിവശം നമുക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മറിച്ചിട്ടിട്ട് കൂടി വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിങ്ങനെ അടച്ചു വെച്ച് വേവിക്കണമെന്നില്ല. അപ്പോൾ നമുക്കിനി അപ്പുറത്തെ വശം കൂടി നല്ലോണം വേവിച്ചെടുക്കാം. അപ്പോൾ ഇതേ നമുക്ക് ഊത്തപ്പത്തിൻ്റെ 2 വശം നമുക്ക് നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതേ നമ്മുടെ ഓട്സ് ഊത്തപ്പം റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആയിട്ട് ഇത് കഴിക്കാം. ഞാനിതിപ്പോൾ തേങ്ങാ ചട്നിയുടെ കൂടിയാണ് ഞാനിത് കഴിക്കുന്നത്. തേങ്ങാ ചട്നിയുടെ കൂടിയും സാമ്പാറിൻ്റെ കൂടിയൊക്കെ ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. സ്റ്റേ ട്യൂൺ ഫോർ അനദർ വീഡിയോ.